ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസപ്രകാരം മനുഷ്യോൽപത്തിക്ക് തുടക്കം കുറിച്ചത് ആദം നബി അലൈഹിസ്സലാം ആദം പ്രവാചകനിലൂടെയാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അള്ളാഹു മണ്ണിൽ നിന്നും ആദം നബി അലൈഹിസ്സലാമിന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്നും ആത്മാവ് നൽകുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്ന പൊതുവെയുള്ള ഒരു വിശ്വാസധാര. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഇന്ത്യയോട് അടുത്തു നിൽക്കുന്ന ശ്രീലങ്ക എന്ന് പറയുന്ന ദ്വീപിലാണ്, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്താണ് ജീവിച്ചത് എന്നുള്ള ഒരു കഥ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിൻ്റെ വസ്തുതകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്ത്യയിൽ നിന്നും, അതായത് രാമേശ്വരം, ധനുഷ്കോടി, ഇന്ത്യയുടെ ഈ രണ്ട് പ്രദേശത്തിൽ നിന്നും 36 കിലോമീറ്റർ മാത്രം കടലിലൂടെ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ ശ്രീലങ്കയിലാണ് ആദം നബിയും ഹവ്വാ ബീവിയും ജീവിച്ചത് എന്ന പൊതുവെയുള്ള വിശ്വാസപ്രകാരം അദ്ദേഹത്തിൻ്റെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കളായിരുന്ന ഹാബീലും ഹാവീലും രാമേശ്വരത്തേക്ക് എത്തുകയും രാമേശ്വരം വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും അവരുടെ ഖബറുകൾ, മക്ബറകൾ രാമേശ്വരത്ത് ഇന്ന് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. രാമേശ്വരം പട്ടണത്തിൽ നിന്ന് തന്നെ ഉടുവഴികളിലൂടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാബീലിൻ്റെയും കാബീലിൻ്റെയും മക്ബറ കാണാൻ സാധിക്കും. വളരെ നീളം കൂടിയ മനുഷ്യരായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നത്. വളരെ നീളം കൂടിയ 2 ഖബറുകളാണ്, മക്ബറകളാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു സ്ത്രീയാണ് അതിൻ്റെ പരിചാരികയായി ഞങ്ങൾ ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ആ സ്ത്രീയാണ് അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കുന്നതും ശുദ്ധീകരിക്കുന്നതൊക്കെ. അപ്പോൾ അവിടേക്കുള്ള യാത്രയുടെ ദൃശ്യവും ഹാബീലിൻ്റെയും ഹാബീലിൻ്റെയും മക്ബറയുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കൂടാതെ ഏർവാടി നമുക്കറിയാം, ബാദുഷ എന്ന് പറയുന്ന ഒരു മഹാനവറുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ദൈവികമായ സിദ്ധി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ അവിടെ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസി സമൂഹത്തിലെ ഒരു വിഭാഗം വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ ദർഗ, ആ മക്ബറ സന്ദർശിക്കുന്നത്. ഒരുപാട് ആളുകളാണ് അവിടെ രോഗശമനത്തിനെത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ 2 സ്ഥലത്തേക്കും പോകുമ്പോഴുള്ള തമിഴ്നാട്ടിലെ റോഡിൻ്റെ പാതകൾ, അതിൻ്റെ യാത്രയിലെ ചില അനുഭവങ്ങൾ കൂടി ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഹാബീലിൻ്റെയും മക്ബറ രാമേശ്വരത്താണെന്ന് ഇതിലൂടെ അനുമാനിക്കുകയും അവിടെ രാമേശ്വരത്ത് തന്നെ അങ്ങാടിയിൽ, അവിടെയുള്ള പട്ടണത്തിൽ അങ്ങോട്ട് പോകുന്ന റോഡിൽ സൈൻ ബോർഡായി ഹാബീൽ മക്ബറ എന്ന് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സവിനയം സ്വാഗതം.